അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, നാം അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായി ഈമാനോട് കൂടി മരിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നവർ. അല്ലാഹു ആ നിലക്കുള്ള ആളുകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, ഒരുപാട് കച്ചവടക്കാരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ കച്ചവടത്തിലും അല്ലാഹു നല്ല ബർക്കത്ത് നൽകട്ടെ. പക്ഷേ അല്ലാഹു തആല ഖുർആനിൽ വൈലുൻ ലിൽ മുത്തഫിഫീൻ എന്ന് പറയുന്നു. മുത്തഫിഫീൻ സൂറത്തിൽ വൈലുൻ ലിൽ മുത്തഫിഫീൻ അങ്ങനെ പറയുന്നതായിട്ട് നമുക്കൊരു ആയത്ത് തന്നെ സൂറത്തുൽ മുത്തഫിഫീൻ എന്ന ആയത്ത് കാണാൻ കഴിയും. ആദ്യത്തെ ആയത്തിൽ തന്നെയാണ്. അതിലാണ് കച്ചവടക്കാർക്ക് നാശമാണ്. അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയും, ഇന്നങ്ങനാണല്ലോ കുറേ ആളുകൾ അളവ് അളക്കുന്നതിലും തൂക്കത്തിലും എല്ലാം വളരെ കുറവ് കാണിക്കും, അതിലെല്ലാം മോശത്തരം കാണിക്കും. അങ്ങനത്തെ ആളുകൾ സൂക്ഷിച്ചു കൊള്ളണം. അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്, അഥവാ ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറന്ന കാലത്തിൽ രണ്ടാമത് ഓതുമ്പോൾ മരണപ്പെട്ട പോയ എല്ലാ ആളുകളും, ഖബറിലുള്ളവർ, മുൻകാലങ്ങളിലും മുമ്പ് മരിച്ചവരും പിന്നെ മരിച്ചവരും എല്ലാവരും ഉയർന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമാണത്. അവിടെ നിന്നാണല്ലോ മാഷറയിലേക്കുള്ള യാത്ര. ആ ദിവസത്തിൽ അവർ ചിന്തിക്കും. ആ ദിവസത്തിൽ അവർക്ക് കഠിനമായ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു ദിവസമാണത്. അതിൽ ഏറ്റവും കഷ്ടപ്പെടുന്നവർ ഈ കച്ചവടം ചെയ്യുന്ന, അതിൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാണ്. അള്ളാഹു ആവക ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അളവിലും തൂക്കത്തിലും നാം കൃത്രിമം കാണിക്കാൻ പാടില്ല. അതുപോലെ നാം കച്ചവടം ചെയ്യുന്ന വസ്തുക്കളിൽ അതും മോശത്തരം ഉണ്ടാവാനും പാടില്ല. നാം നേരായ നിലക്ക് നല്ല നിലയിൽ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്ലാം ദീനിലാണല്ലോ നാം അടിയുറച്ച് നിൽക്കുന്നത്. അതനുസരിച്ച് കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇഹപരത്തിൽ, ദുന്യാവിലും ആഖിറത്തിലും, പ്രത്യേകിച്ച് നമുക്ക് ആഖിറമാണല്ലോ വലുത്, അവിടെ വൻ വിജയമാണ് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നല്ല വിജയികളായി കണക്കാക്കപ്പെടുന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് കച്ചവടക്കാർ തന്നെയാണ്. അവർക്കാണ് ഉന്നതമായ സ്ഥാനങ്ങളും ദർജകളും വിജയങ്ങളും ഉള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ശരഈയായ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇമാമിയങ്ങളും പണ്ഡിതന്മാരും മഹത്തുക്കളൊക്കെ എഴുതി വെച്ചതുണ്ട്. അതിൽ ഒരുപാട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കച്ചവടത്തിനെ പറ്റി പറയാനുള്ള കിതാബുകളാണ്. എന്തെല്ലാം കച്ചവടം, എങ്ങനെ വാങ്ങണം, എങ്ങനെ കൊടുക്കണം, അതിൻ്റെ അളവ് എത്ര, തൂക്കം എത്ര, അതിനൊക്കെ രേഖപ്പെടുത്തുന്ന കിതാബുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. മറ്റുള്ള കിതാബുകൾ വളരെ ചുരുക്കമാണ്. ഹദീസിൻ്റെ കിതാബുകൾ കുറവാണ്. അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് ഈ കച്ചവടത്തിനെ പറ്റിയുള്ള കിതാബുകൾ. ചിന്തിച്ചു നോക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് ഈ കച്ചവടം എന്ന് പറയുന്നത് അത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നാം ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ മോശപ്പെടുത്താനോ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. നല്ല നിലക്ക് നാം കച്ചവടം ചെയ്യുക, നല്ല നിലക്ക് ജീവിക്കുക. അള്ളാഹു അതിനെല്ലാം നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ സൂറത്തിൽ വൈലുൻ ലിൽ മുത്തഫിഫീൻ ആ ആയത്തിൽ പറയുന്നത് കച്ചവടക്കാർ സൂക്ഷിച്ചു കൊള്ളണം. അവരെ ഉയർന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ അവരെ ഖേദിക്കേണ്ടി വരും, അവർക്ക് വൻ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം എന്ന ആ സൂറത്തിൽ പറയുന്നുണ്ട്.
അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഭാഗങ്ങളിലൊക്കെ അതാണ് വിശദീകരിക്കുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ നാം എന്തൊരു വസ്തുവാണെങ്കിലും അത് കൊടുക്കുമ്പോഴാണെങ്കിലും വാങ്ങുമ്പോഴാണെങ്കിലും സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കച്ചവട വ്യവഹാരങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെയുള്ള മുൻകഴിഞ്ഞ പ്രവാചകന്മാരും അവരെല്ലാം കച്ചവടം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. കച്ചവടം, കൃഷി, പിന്നെ മൃഗങ്ങളെ, കന്നുകാലികളെ പോറ്റി വളർത്തി കച്ചവടം ചെയ്ത് അവരങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. അവരൊന്നും ഒരു മോശത്തരങ്ങളോ തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തിട്ടില്ല. അവർക്കെല്ലാം വൻ വിജയമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. നമുക്കും അള്ളാഹു നല്ല നല്ല വിജയങ്ങൾ നൽകുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ട എല്ലാവരുടെയും ദോഷങ്ങളും പാവങ്ങളും അള്ളാഹു പുറത്തു മാഫാക്കി തരുമാറാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ കച്ചവടത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.